എല്ലാം ശരിയാകും. അത് അവനൊരു ദേഷ്യത്തിന് പറഞ്ഞതായിരിക്കും. 2 ദിവസം കഴിയുമ്പോൾ അതങ്ങ് മാറും. അമ്മേ, ഇനി അങ്ങോട്ട് തിരിച്ചു പോകാൻ മാത്രം എന്നോട് പറഞ്ഞേക്കരുത്. ഭൂമിയോട് ഞാൻ സഹിച്ചു, ഇനി എനിക്ക് വയ്യ. എന്നെ നിമിഷേച്ചി, സാരമില്ല, ഇപ്പൊ ഉടനെ പോകണ്ട. 2 ദിവസം കഴിയട്ടെ, ഞാൻ കൂടെ വരാം. എന്താ ഉണ്ടായെന്ന് ചോദിക്കണ്ടല്ലോ. എടാ വിനോദേ, നീ കാര്യം മനസ്സിലാകാതെ സംസാരിക്കരുത്. ഒരു വേലക്കാരുടെ വില പോലെ എനിക്ക് ആ വീട് തന്നിട്ടില്ല. ഞാൻ ചത്താലും ശരി, ഇനി അങ്ങോട്ട് പോകുന്ന പ്രശ്നമില്ല. എന്താ, എന്ത് പറ്റി? നിമിഷമോളോ? മോളെന്തിനാ കരയുന്നേ? മോൾക്കെന്ത് പറ്റി? വേണ്ടേ, സുരേഷും അമ്മയും കൂടെ അവളെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടെന്ന്. ഏതാണ്ട് വഴക്കൊക്കെ ഉണ്ടായെന്നാ പറയുന്നേ. അവളിനി തിരിച്ചു പോകുന്നില്ലെന്ന്. എന്റെ വീരൻകുളങ്ങര ഭഗവതി, ഇവിടെ എന്തൊക്കെയാ നടക്കുന്നത്? അതും ഈ തിരുവോണത്തിന് കാരണവന്മാരായിട്ട് തന്ന 60 സെന്റ് സ്ഥലം മനസ്സില്ലാ മനസ്സോടെ വിട്ടിട്ട നീ കണ്ടുപിടിച്ച ചെറുക്കന്റെ കൂടെ നിന്നെ ഇറക്കി വിട്ടത്. എന്നിട്ട് അവള് കൊച്ചിനെ കൊണ്ട് നീ പോതേക്കുന്നു. നിനക്കും കൊച്ചിനെ കൊണ്ട് ചെലവിന് തരാൻ ഇവിടെ ഈ വീട് മാത്രമേ ഇനി വിൽക്കാനുള്ളൂ. അതെങ്ങനെയാ? ഒരുത്തരെ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കാനായിട്ട് വീട് പണയം വെച്ച് ലോൺ എടുത്തേക്കുമല്ലേ? എന്നിട്ട് എഞ്ചിനീയറിംഗ് പാസ്സായോ അതുമില്ല. എന്തൊക്കെ പറഞ്ഞാലും അതിനാൺകുഞ്ഞല്ലേ, ഒരു കുടുംബം നോക്കേണ്ടവനല്ലേ. എല്ലാരോടുമായിട്ട് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഞാൻ പണിയെടുത്ത് തിന്നാൻ തരുമെന്ന് കരുതി ഇങ്ങോട്ടാരും പോരണ്ട. നിങ്ങൾ എല്ലാരും കൂടി എന്നെ തല തിന്നാൻ തുടങ്ങിയാലുണ്ടല്ലോ, എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. പോട്ടെ, നല്ലൊരു തിരുവോണമായിട്ട് നിങ്ങളിങ്ങനെ ദേഷ്യപ്പെടാതെ. പെട്ടെന്ന് അവൾക്കൊരു ദുർബുദ്ധി തോന്നി, അത് അവളായിട്ട് തിരുത്തിക്കോളും. നിങ്ങൾ പോയി കുളിച്ച് വേഷം മാറുക. നമുക്ക് കരയോഗത്തിൻ്റെ ഓണാഘോഷത്തിന് പോയിട്ട് വരാം. നിമിഷേ, നീ അകത്തോട്ടിയല്ല, കൊച്ചിന് എന്തെങ്കിലും കഴിക്കാൻ എടുത്തു കൊടുക്കുക. പിന്നെ നീ പുറത്തോട്ടൊന്നും ഇറങ്ങണ്ട കേട്ടോ. ആ അയൽക്കൂട്ടത്തിലെ പെണ്ണുങ്ങളെങ്ങാനും കണ്ടാൽ പിന്നെ അത് മതി. മോള് വാ, അമ്മ ചോറ് നമ്പി തരാം.